ഡിണ്ടിഗലിൽ വന്നാൽ കൃത്യമായി കഴിക്കേണ്ട ഒരു ഭക്ഷണമുണ്ട്. തലപ്പാക്കട്ട് ബിരിയാണി. സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആണ് ഈ സ്ഥാപനം തുടങ്ങിയത്. പ്രത്യേക മസാലക്കൂടിൽ തയ്യാറാക്കുന്ന ബിരിയാണിയാണ്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലപ്പാക്കട്ട് ബിരിയാണിക്ക് സമാനമാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. എന്തായാലും തലപ്പാക്കട്ട് ബിരിയാണിയുടെ രുചി ആദ്യം അറിയാം. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളും കാണാം. അമർത്തിയാലോ? ഈ തലപ്പാക്കട്ട് ബിരിയാണിക്ക് സമാനമാണ് ഡിണ്ടിഗലിലെ രാഷ്ട്രീയവും. അതായത് ഇവിടെ പ്രധാനപ്പെട്ട ക്യാൻഡിഡേറ്റ് എന്ന് പറയുന്നത് CPM-ൻ്റെ ക്യാൻഡിഡേറ്റാണ്. ഇന്ത്യ മുന്നണിയാണ്. DMK-യും കോൺഗ്രസും ചേർന്ന് CPM-ന് വേണ്ടി വോട്ട് തേടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബിരിയാണി പോലെ തന്നെ ഈ മസാലക്കൂട്ടുള്ള ബിരിയാണിക്ക് സമാനമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം. കാര്യം ഇന്ത്യ മുന്നണിയിലുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരെ തോൽപ്പിക്കാൻ BJP ഉണ്ട്, DMK ഉണ്ട്. അവർ രണ്ടായിട്ട് നിന്ന് മത്സരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5,38,000 വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് ഇക്കുറി CPM-ന് വേണ്ടി മാറിക്കൊടുത്തിരിക്കുന്നത്. ഡിണ്ടിഗലിലെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.